PSC ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും LPUP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായാണ് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, SCERTയുടെ ചെയർമാനും വൈസ് ചെയർമാനും ആരെല്ലാമാണ്? SCERTയുടെ ചെയർമാൻ വിദ്യാഭ്യാസ മന്ത്രിയും SCERTയുടെ വൈസ് ചെയർമാൻ വിദ്യാഭ്യാസ സെക്രട്ടറിയുമാണ്. തെറ്റരുത്, ചെയർമാൻ വിദ്യാഭ്യാസ മന്ത്രിയും വൈസ് ചെയർമാൻ വിദ്യാഭ്യാസ സെക്രട്ടറിയുമാണ്. കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ ഉപജില്ലകളും വിദ്യാഭ്യാസ ജില്ലകളുമുണ്ട്? കേരളത്തിൽ 38 വിദ്യാഭ്യാസ ജില്ലകളുണ്ട്. അതിൽ 163 വിദ്യാഭ്യാസ ഉപജില്ലകളായി തിരിച്ചിരിക്കുന്നു. 38 വിദ്യാഭ്യാസ ജില്ലകളുണ്ട്. അവയെ 163 ഉപജില്ലകളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് AEOകൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഉപജില്ലകളുടെ മേധാവികളാണ്. അവർ 163 AEOകളാണ് ഉള്ളത്. അപ്പോൾ DEO 38. ഓരോ വിദ്യാഭ്യാസ ജില്ലയ്ക്കും ഓരോ DEO ആയിരിക്കും. അപ്പോൾ 38 DEOമാർ കേരളത്തിലുണ്ട്. അടുത്ത ചോദ്യം, കേരള പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭരണത്തലവൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. കേരള പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭരണത്തലവൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്ന വർഷം 1959. കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് 1959. കേരളത്തിലെ വിവാദപരമായ വിദ്യാഭ്യാസ നിയമത്തിൻ്റെ സൃഷ്ടാവ് ജോസഫ് മുണ്ടശ്ശേരി, നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കേരളത്തിലെ വിവാദപരമായ വിദ്യാഭ്യാസ നിയമത്തിൻ്റെ സൃഷ്ടാവ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേര് കൊഴിഞ്ഞേലകൾ. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമായിരിക്കും. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളെ ഒറ്റ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി MA ഖാദർ കമ്മിറ്റി. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളെ ഒറ്റ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്നാണ് MA ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇത് 3 കാറ്റഗറിയാണ് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. 1 മുതൽ 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം +1 +2. അതല്ലാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 11, 12 ക്ലാസ്സുകൾ. ഇതിനെയെല്ലാം ഒറ്റ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്ന ശുപാർശയാണ് MA ഖാദർ കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല. കേരളത്തിൽ ആകെ എത്ര സർവകലാശാലകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 13 സർവകലാശാലകളാണ് കേരളത്തിൽ ആകെയുള്ളത്. 13. ഓക്കെ. നെക്സ്റ്റ്, സമഗ്ര ശിക്ഷ അഭിയാൻ ലക്ഷ്യമിടുന്നത് എന്താണ്? സമഗ്ര ശിക്ഷ അഭിയാൻ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സംയോജിത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അതായത് പ്രീ പ്രൈമറി LKG മുതൽ +2 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സംയോജിത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, സമഗ്ര ശിക്ഷ അഭിയാൻ എന്നത് ഏതെല്ലാം സംയോജിപ്പിച്ച് നടപ്പാക്കി വന്ന പദ്ധതിയാണ്? വളരെ അടുത്താണ് സമഗ്ര ശിക്ഷ അഭിയാൻ ആരംഭിച്ചിട്ടുള്ളത്. സർവ ശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമക് ശിക്ഷാ അഭിയാൻ എന്നിവ സംയോജിപ്പിച്ച് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. സർവ ശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമക് ശിക്ഷാ അഭിയാൻ എന്നിവ സംയോജിപ്പിച്ച് നടപ്പാക്കി വരുന്ന പദ്ധതി. കേരളത്തിലെ സ്കൂളുകളിൽ ഏകദേശം സ്ത്രീ പുരുഷ അനുപാതം ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും എന്നാൽ സാധ്യത കുറവുള്ളതുമായ ഒരു ചോദ്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പുരുഷ ടീച്ചേഴ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം, ഏകദേശം 72:28 എന്നുള്ളൊരു അംശബന്ധമാണ്
കേരളത്തിലെ സ്കൂളിലെ അധ്യാപകരിലെ സ്ത്രീ പുരുഷന്മാർ 72 സ്ത്രീകൾ 28 പുരുഷന്മാർ എന്ന നിലയിൽ. പിന്നെ ഏറ്റവും കുറവ് സ്കൂൾ വിദ്യാർത്ഥികളുള്ള ജില്ല പത്തനംതിട്ടയാണ്. ഏറ്റവും കുറവ് സ്കൂൾ വിദ്യാർത്ഥികളുള്ള ജില്ല പത്തനംതിട്ട. അത് 2019 ഒരു കണക്ക് വെച്ചിട്ടാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് ഏറ്റവും കുറവ് സ്കൂൾ വിദ്യാർത്ഥികളുള്ള ജില്ലയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മറ്റൊന്ന് എല്ലാവർക്കും അറിയുന്നതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉള്ളത് മലപ്പുറത്താണ്. കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അതെന്നു മുതലാണ്? കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കുന്നത് നവംബർ 1 2013 മുതലാണ് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കുന്നത്. നവംബർ 1 ആചരിക്കാൻ തുടങ്ങിയ വർഷം 2013. നവംബർ 1 2013 മുതൽ ആചരിക്കാൻ ആരംഭിച്ചു. മറ്റൊന്ന് കേരള നിയമസഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ്. ചോദിക്കാം, ചോദിക്കാതിരിക്കാം, എങ്കിൽ പോലും അറിഞ്ഞിരിക്കാവുന്ന ഒന്നാണ് അറിവോരം. കേരള നിയമസഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ പേര് അറിവോരം. മറ്റുള്ള ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു ചോദ്യമാണ്. നേരിട്ട് എഡ്യൂക്കേഷനായിട്ട് ബന്ധമില്ല എങ്കിൽ പോലും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. അവസാനത്തെ ചോദ്യം, കേരളത്തിൽ തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അല്ലെങ്കിൽ ആചരിക്കുന്നത് എന്താണ്? എന്തിനാണ് കേരളത്തിൽ തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത്? അദ്വൈത വേദാന്ത ആചാര്യനായ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് നാം കേരളത്തിൽ തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത്. തത്വജ്ഞാന ദിനം, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദിനം. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതേപോലെ തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. നന്ദി.